മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കാറ്റാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വീടും ഒഴുകുമ്പോൾ, സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ, ആടും ചിമ്മണ്ണി ആകാശത്തെ പൊട്ടുമ്പോൾ, കാണാക്കുന്നേലൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. പാലിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത്, തേടി ചെന്നേ നാമാരും പോകാതെടുത്ത്, ചേരാമൊന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ, അറിയാമോ കുന്നും മേലെ ഉടയോ നാമാശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ, മുളനാമ്പിൻ തുമ്പത്താണേ, കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. പപ്പീസെ, നീ അറിഞ്ഞോ? കുറച്ചു നാളായി കുറിഞ്ഞിമലയിലെ ചക്കിയെ ഈ കാറ്റാടിമല കറങ്ങി നടക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുന്നേ? ആശാൻ അറിയാതെ ഈ കാറ്റാടിമലയിൽ ഒരു ഇല പോലും അനങ്ങില്ലല്ലോ. പപ്പീസെ, ആശാൻ അറിയാതെ അല്ല, ആശാനും കൂടി അറിഞ്ഞോണ്ടാണ് ഈ കളി. ഓഹോ, എങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. 1-2 ആഴ്ചയായി ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. കുറിഞ്ഞിമലക്കാരെ ഈ കാറ്റാടിമലയിലേക്ക് ഒരു കാരണവശാലും അടുപ്പിക്കരുത്. മോട്ടു, പണ്ട് മുതൽക്ക് ഈ കാറ്റാടിമലക്കാരും കുറിഞ്ഞിമലക്കാരും അത്രയ്ക്ക് ലോഹ്യത്തിലൊന്നല്ല. അതെ അതെ. പിന്നെ എന്തിനാ ആശാൻ ഇപ്പോൾ കുറിഞ്ഞിമലക്കാരോട് ഇത്രയ്ക്കൊരു സ്നേഹം? പപ്പീസേ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാനൊന്ന് പോയി ഒളിച്ചു പാത്ത് നോക്കിയിട്ട് വരാം. നീ പോയി നമ്മുടെ ഗംഭീറിനെ വിവരം അറിയിക്കും. മോട്ടു, ഗംഭീരത്തിൽ ഇടപെട്ട പ്രശ്നമാകെ വഷളാവില്ലേ? പപ്പീസേ, ഇതൊന്ന് നന്നായി കലങ്ങി തെളിയണം. ഇല്ലെങ്കിലേ കാറ്റാടിമലയെന്ന് നമ്മളെല്ലാരും പുറത്താകും. അല്ലേലും ഈ ആശാന് ഇത് എന്തിന്റെ കേടാണെന്ന്. അതെ പപ്പീസേ, ഈ വയസ്സാങ്കാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പപ്പീസേ, ആദ്യം നമുക്ക് പോയി ഗംഭീറിന്റെ അടുത്ത് കാര്യം പറയാം. ഗംഭീർ ഇടപെട്ട കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. വാ പപ്പീസേ, നടക്ക് വേഗം. ഗംഭീറിന്റെ അടുത്ത് ഇങ്ങനെ വെറും കൈയോടെ പോയാൽ ശരിയാവില്ല കേട്ടോ. 17, 18, 19, 20, 21, 22, 23, 24,
25, 26, 27, 28, 29. അല്ല പപ്പീസേ, ഈ പഴക്കൊല്ലൊക്കെ കൊണ്ടു കൊടുത്താ ഗംഭീർ സമ്മതിക്കോ? അത് പിന്നെ അവന് അൽഫാമും ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. പഴക്കളത്തേക്ക് പോരാ, പക്ഷെ അത് വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ലോ. അതെ അതെ, വാ കേറാം. 6, ഉം. 37, വേഗം നടക്കും പപ്പീസേ. ഇപ്പം ഗംഭീർ എന്തിരിക്കാവും? 19, 40, 41, 42. ഗംഭീറേ, ആ അതെ എന്താണ് ഉം. തൽക്കാലത്തേക്ക് ഇത് മതി. ദാ, ഗംഭീറിനൊരു പഴക്കൊല. ഗംഭീറേ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ നമ്മുടെ കാറ്റാടിമലയിലെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞോ? ദേ മോട്ടു, ഇനി ഞാൻ ആ കാറ്റാടി മലയിലേക്കില്ല കേട്ടാ. അതെന്താ ഗംഭീറേ? മടുത്തു. ശ്ശേ. അതന്നെ കാര്യം. അതേ, ഒരു സാധനം ഇല്ലാത്തൊരു നാട്, അവിടെ തന്ത വൈബ് പിടിച്ചൊരു ആശാനോ. ഉം. ആശാന് സ്തുതി പറഞ്ഞിട്ട് കൊറേ വധൂരികളും. ഉം. ഓ, ഗംഭീരേ, നീ പറഞ്ഞ ആ സ്തുതിപാഠകരുണ്ടല്ലോ, ആ. അവരുടെ എണ്ണം കൂടിയിരിക്കുക. പപ്പീസേ, നീ അതൊന്ന് ക്ലിയർ ആക്കോ. എന്തിനു വേണ്ടിയാ നീ കാറ്റാടിമല വിട്ടുപോകുന്നത്? അത് ആ തന്ത വൈബ് പിടിച്ച ആശാനെ സഹിക്കാൻ വയ്യാണ്ട് അതന്നെ. ആ, നീ വിട്ടുപോകുന്ന ആ കാറ്റാടിമലയിലേക്ക് ആശാൻ ചില ചങ്ങാതിമാരെയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ആശാന ആരെ ഇറക്കിയേ? ആ, അങ്ങനെ ചോദിക്ക്. അത് ചോദിക്കാനുണ്ടോ? അതേ, കുറിഞ്ഞുമലക്കാരെ, അതിനെന്താ ഇത്ര ചോദിക്കാനുള്ളത്? ദേ പപ്പീസേ, ഈ ഗംഭീർ ജീവിച്ചിരിക്കണോടത്തോളം കാലം ഒരു കുറിഞ്ഞു മലക്കാരെയും ഈ കാറ്റാടി മലയിൽ വസിക്കാൻ ഞാൻ സമ്മതിക്കില്ലാട്ടാ. ബലേ ബേഷ്. ദേ, ഇത് പറയാനാ ഞങ്ങൾ വന്നത്. ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ? ഇല്ല, ഒരുത്തന് ഞാൻ വെറുതെ വിടില്ലാട്ടാ. ഗംഭീരേ, നീ ഒന്ന് ശാന്താവ്. എന്തിന്? ഞാൻ പറയട്ടെ, ആദ്യം അവിടെ എന്താ നടക്കുന്നതെന്ന് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഉം. എന്നിട്ട് ഗംഭീർ വന്നാ മതി. ഓഹോ, അങ്ങനെയാണോ? ഓ, നിനക്ക് അൽഫാമൊക്കെയാണ് ഇഷ്ടം എന്ന് എനിക്കറിയാം. അത് വാങ്ങാനുള്ള പണം ഞങ്ങളുടെ അതെ, അതെ. കയ്യിലില്ല. തൽക്കാലം ഈ പഴകൊല കൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യണം. കൊണ്ടോ? നീ ഈ പഴം നന്നായിട്ട് കഴിക്കുക, പിന്നല്ല. എന്റെ മസിലൊക്കെ നന്നായിട്ട് പെരുകട്ടെ. വാ പപ്പീസേ, പഴാന്ന് വെച്ച് കഴിക്കാണ്ടിരിക്കല്ലേ. ആ, പഴങ്ങിയ പഴം ഉള്ളോണ്ട് പെരിപ്പിക്കാം. ദേ, നിങ്ങൾ കൂടി ഈ കാറ്റാടിമലയിൽ വന്നപ്പോ എത്ര മനോഹരമായിരിക്കുന്നു നമ്മുടെ കാറ്റാടിമല. അതെ അതെ, മോട്ടുവിനും പപ്പീസിനൊന്നും അത്രയ്ക്ക് പിടിച്ചിട്ടില്ലട്ടാ. ദേ, ബീഹി, ചക്കി, ചിന്ന, ദേ, ഈ കപില് പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നോ? നിങ്ങളെ ഈ കാറ്റാടിമലയിലേക്ക് ക്ഷണിച്ചതൊന്നും എന്റെ കൂട്ടുകാർക്ക് പിടിച്ചിട്ടില്ല എന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ രണ്ടിടത്തായിട്ട് കഴിയുന്നത്. ചെറിയ വാശികളും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇനി മുതൽ ഈ കാറ്റാടിമലയിൽ നമുക്ക് ഒന്നിച്ചു കഴിയാം. അതല്ലേ നല്ലത്. ചക്കിക്ക് അതിന് സമ്മതമല്ലേ? ആശാനെ, ഇങ്ങനെയുള്ള ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ ഇത്ര കാലം കൊതിച്ചിരിക്കുകയായിരുന്നു. അതെ ആശാനെ. ആശാനെ, നിങ്ങളുടെ കപിലും ഞാനും തമ്മില് അധികം മാറ്റൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി വരണ്ടായിരുന്നെങ്കിൽ ഈ ഞാനും കപിലൊക്കെ ഒരുപോലെ ഇരുന്നത്. പറഞ്ഞത് ശരിയാ കേട്ടോ കപിലെ. അത് ശരിയാണോ? അമ്പട ചിന്ന ആശാനെ, ഇവൻ പറയുന്നത് ഞാനിവനൊക്കെ ഒരുപോലെയാണെന്ന്. അങ്ങനെയാണ് ആശാനെ? ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ കപിലിനേക്കാളും ഒരുപടി കൂടുതലാ നമ്മുടെ ചിന്നൻ. തമാശ. ആശാനെ, അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ കപില് പിണങ്ങി പോവും. എന്നാ കപിലെ, ചിന്ന, ഞാൻ കുറച്ചു നാളത്തേക്ക് മുത്തപ്പൻകുന്ന് വരെ ഒന്ന് പോവുകയാ. ആശാനെ, എന്തിനാ മുത്തപ്പൻകുന്നിലേക്ക്? ആ, ധ്യാനം. ധ്യാനമോ? ആ, എന്റെ ബീഹി, എല്ലാ വർഷവും ആശാൻ മുത്തപ്പൻകുന്നി പോയി തനിച്ചിരുന്ന് ധ്യാനിക്കുന്ന പതിവുള്ളതാണ്. തനിച്ചിരുന്നാണോ ധ്യാനിക്കുന്നത്? ആ, അതേ ചക്കി. തനിച്ചിരുന്ന് ധ്യാനിച്ചാൽ
അത് പിന്നീട് വലിയൊരു ശക്തിയാണ്. ബൈബിളിൽ സ്നാപയോഹനാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച ക്രിസ്തു 40 ദിനരാത്രം തനിച്ചിരുന്ന് ധ്യാനിച്ചത് ഓർക്കുന്നില്ലേ? ആ ധ്യാനത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടല്ലേ അവിടുന്ന് പിന്നീട് പിശാചിനെ പോലും ജയിച്ചത്. എങ്കിൽ ആശാൻ പോയി ധ്യാനിച്ചു വാ. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അങ്ങനെയല്ല ചക്കി, അതിനുശേഷവും നമ്മൾ ഇവിടെ തന്നെ കാണണം. എന്നാ ഞാൻ പോകും. ശരി. പോട്ടോ. ഞാൻ പോട്ടെ. ഇതെന്തിട്ടത്? ഈ ഗംഭീറിന്റെ അനുവാദം ഇല്ലാണ്ട് ഏതൊരു കാറ്റടി മലയിലൊന്നാലും അവനെ ഞാൻ ഓടിച്ചിരിക്കും. അല്ലേ ഇവിടെ ഞങ്ങ മതി, കാറ്റാടി മല ഞങ്ങളുടെ. എല്ലാരും ഉണ്ടല്ലോ. ആരോട് വെച്ചിട്ടാ നിങ്ങൾ ഈ കാറ്റാടി മലയിലേക്ക് കേറിയത്? എന്റെ ഗംഭീരേ, ഞങ്ങൾ ആരോടും ചോദിച്ചില്ല. ഞങ്ങളെ ആശാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. ദേ എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടുന്ന് വിട്ടോട്ടാ. വിട്ടോ. ഞാൻ പറഞ്ഞത് എന്താന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ? എങ്കിൽ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. നീ ഇങ്ങോട്ട് വാ. വേണ്ടട ഗംഭീരേ. മനസ്സിലാക്കി ഇപ്പൊ മനസ്സിലായി നിനക്ക് എന്താന്നുള്ളത്? മനസ്സിലായ? നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായോ നിനക്ക് എന്തൊക്കെ സംഭവം? ഗംഭീരേ, ദേ ചിന്നനെ താഴെ നിർത്ത്. ദേ ഇവന് ഞാൻ താഴെ നിർത്താൻ ഉദ്ദേശിക്കണല്ലേ? അവനെ വിട്. നീ എന്തിനാ എത്ര കുഞ്ഞന്മാരെ ഞങ്ങളോട് കളിക്കുന്നത്? ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നമ്മുടെ ആശാനാണ്. അതിന് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയി ആശാനോട് ചോദിക്ക്. അതെ അതെ, അങ്ങനെയാണല്ലേ? നീ പൂട്ടിരിക്കി വരാം. ദേ ഞാൻ എൻ്റെ ആശാനെ പോയി കാണും, ചോദിക്കും. എന്നിട്ട് ഞാൻ ഒരു വരവ് വരും. എന്നിട്ട് നിങ്ങളെ ഒരു പറപ്പിക്കും. എങ്കിൽ നീ വേഗം മുത്തപ്പങ്കുന്നിലേക്ക് വിട്ടോ. അവിടെ ധ്യാനിക്കാനാണ് ആശാൻ പോയിരിക്കുന്നത്. ഏത് പാതാളത്തിലാണെങ്കിലും ആശാനെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ വന്ന് നിങ്ങളെ ഞാൻ പറപ്പിക്കും. കേട്ടാ? നിനക്കതിന് പറ്റില്ല ഗംഭീര. ഈ ഗംഭീറിന്റെ അടുത്താ കളി. പോയിട്ട് വരാട്ടാ. കേട്ടാ ചിന്ന? എടാ പപ്പി, ഇതിപ്പോ നമ്മുടെ ആശാനെ കാണാനില്ല. ആശാനെ തേടിപ്പോയ ഗംഭീറിനെയും കാണാനില്ലല്ലോ. എന്റെ മോട്ടു, അതെ ആശാൻ മുത്തപ്പൻകുന്നിലേക്ക് പോയെന്നാ കേട്ടത്. അതെപ്പോ? അവിടെ തനിച്ച് ധ്യാനിക്കാൻ പോയ ആശാനെ കണ്ടെത്തുക എന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യ. പിന്നല്ലേ മുത്തപ്പൻകുന്നിനെ കുറിച്ച് യാതൊരു പരിചയമില്ലാത്ത ഗംഭീറിന്റെ കാര്യം. അത് ശരിയാ. ദേ ഗംഭീർ വരുന്നു. ഗംഭീറോ? എടാ ഗംഭീരേ, ഗംഭീരേ. ഇങ്ങോട്ട് വാ. ഒരു കാര്യം ചോദിക്കട്ടെ, വാ ഇങ്ങോട്ട്. എടാ ഗംഭീരേ, നീ എങ്ങോട്ടാ? ഞാൻ ആ മുത്തപ്പൻ മലയൊന്ന്. എന്തിനാ? ഇതാ പപ്പീസേ, ഞാൻ ദേ ആശാനെ തേടി കാറ്റാടി മലയിലേക്ക് പോയതാ. ആശാൻ ദേ ആപ്പിണ്ട് മൂത്തപ്പ മലയിലേക്ക് പോയിന്ന്. ദേ ഈ ഗംഭീർ ആശാനെ കണ്ടുപിടിച്ചിരിക്കും. അത് മാത്രല്ല, ആശാന്റെ സമ്മതത്തോടു കൂടി ആ കുറിഞ്ഞുമല ടീമിനെ ഞാൻ നൈസായിട്ട് ഇവിടുന്ന് പുറത്താക്കും. അത് വേണം ഗംഭീരേ. നീ വേഗം മുത്തപ്പൻകുന്നിലേക്ക് വിട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പരിപാടി കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളും വരാം. അതെ അതെ അതെ. എന്നുവെച്ചാ ശരി. ആ ഗംഭീർ നല്ല ദേഷ്യത്തിലാ. അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു. അല്ലടാ പപ്പീസേ? ആശാനേ, ഓ സാറേ,
ആശാനേ, ഓ ശനി, എവിടെയാണാവോ കർത്താവേ? ഈ ധ്യാനിക്കാന്നും പറഞ്ഞ് കാടിനുള്ളിൽ എന്നാ കാണിക്കുക? ആശാനേ, ഓയ്, ഓ ശനി, ഇതെവിടിത് വെള്ളത്തിന്റെ ഉള്ളിലാണോ നീ? ആശാനേ, ആശാനേ, ഓ ശനി. എന്റെ കർത്താവേ, ഇനി കുറച്ചേരം ഞാൻ റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാ മതിയാ. വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ ഈ ആശാന് പോയിരിക്കാനായിട്ട്? ആശാനേ, അയ്യോ, നീ എവിടെ പോയി തപ്പും? ഏത് പാതാളത്തിലാണെങ്കിലും ആശാനെ ഞാൻ കണ്ടുപിടിക്കും. ഈ ഗംഭീർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു കുറിഞ്ഞു മലക്കാരെയും ഈ കാറ്റാടി മലയിൽ വസിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടാ. ആഹാ, ഇവിടെ ഇരിക്കായിരുന്ന ആശാനെ, ആശാനെ വിളിച്ചാലും കേൾക്കൂലേ? ആശാനേ, എന്താ എന്താ ഗംഭീരെ, എന്തിനാ മുത്തപ്പൻ മലയിൽ വന്നത്? ആശാനൊന്ന് കാണാനായിട്ട്. അതെന്തിനാ? അതാശാനെ, ഈ കാറ്റാടി മല വിട്ടുപോയിട്ട് ഞാൻ കുറച്ചാളായല്ലോ. എന്നിട്ട് ഞാൻ പോയതിന് ശേഷം ആശാൻ കുറിഞ്ഞുമലയിലെ ചക്കയെയും ബീജയെയും ചിന്നനെയും ഒക്കെ കാറ്റാടി മലയിലേക്ക് വിളിച്ചില്ലേ? അതിന് നിനക്കെന്താ പ്രശ്നം? ആശാൻ അതെന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തല്ലേ അല്ല ആശാനെ? അതും ശരിയാ. അതുകൊണ്ട് ഞാൻ ദേ തിരിച്ചു വന്നിട്ട് നൈസായിട്ട് കുറിഞ്ഞുമല ടീമിനൊന്ന് ഞാൻ പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആശാനെ, ഞാനവന്മാരെ വെല്ലുവിളിച്ചട്ട വന്നേക്കണേ. എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? ആശാനെ തേടി 2-3 ദിവസം നടന്നപ്പോ തന്നെ എന്റെ ദേഷ്യം അങ്ങോട്ട് മാറി. ഗംഭീരേ, ഇപ്പോൾ നിന്റെ ദേഷ്യമെല്ലാം പോയി. പക്ഷേ നാളെ അത് വീണ്ടും വരാലോ. ആശാൻ പറയണേല് കാര്യണ്ട്. ഇനി ഞാൻ എന്തിട്ട് ചെയ്യണ്ട ആശാനെ? ഗംഭീരേ, ഓ, ദേ, നമ്മളൊരു പാപം ചെയ്യുമ്പോ നമ്മുടെ വീടിന്റെ ചുമരിൽ ഒരു ആണി അടിക്കുന്നതിന് തുല്യമാ ഓരോ പാപവും. കുറച്ചുനാൾ കഴിഞ്ഞ് തെറ്റാണെന്ന് കണ്ട് പറിച്ചു കളഞ്ഞാലും മുൻപടിച്ച ആണിയുടെ അടയാളങ്ങൾ അവിടെ അവശേഷിക്കും. അതുകൊണ്ട് പാപം ചെയ്ത ഓരോരുത്തരും പശ്ചാത്തപിക്കേണ്ടതും പ്രായശ്ചിത്തം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. നീ കുറിഞ്ഞുമലക്കാരോട് ചെയ്ത പ്രവൃത്തിക്ക് പകരമായി നീ കുറച്ചുനാൾ ഇവിടെയിരുന്ന് ധ്യാനിക്കണം.
ആ, രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. ഓ, മടുത്തു. എടാ ഗംഭീരേ, നീ പകരം ചോദിക്കാൻ കുറിഞ്ഞുമലക്കാരുടെ അടുത്തേക്ക് പോകുന്നില്ലേ? വേഗം ആശാനോട് അനുവാദം ചോദിക്ക്. ആ. എന്നിട്ട് വന്ന് കുറിഞ്ഞുമലക്കാരോ കാറ്റാടിമലയൊന്ന് പുറത്താക്ക്. അത് തന്നെ. ഇവരെപ്പോഴാ വന്ന മൂട്ടു ഓ. പപ്പീസേ, അതെനിക്ക് പറ്റിയൊരു തെറ്റാണ്. ആ തെറ്റിലേക്ക് എന്നെ വലിച്ചെറിച്ചത് നിങ്ങളാ. നിങ്ങൾ രണ്ടുപേരും. ഇപ്പൊ അങ്ങനെയായോ? ഞാനിപ്പോൾ ആ തെറ്റ് തിരുത്താൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കൊള്ളാം. ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. ഗംഭീരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. അതിനാൽ നീ ഇവിടെ ഇരുന്ന് പാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്ക്. ശരി ആശാനെ. ഞാൻ ഇവരെയും കൊണ്ട് മലയിറങ്ങുകയാണ്. അയ്യോ. ഇവർക്കുള്ള ശിക്ഷ ഞാൻ അവിടെ ചെന്നിട്ട് കൊടുത്തോളാം. അയ്യോ ആശാനെ. പപ്പീസേ, നടക്ക്. നമ്മള് പെട്ടൂലോടാ. അല്ല, അത് പിന്നെ എടാ കിട്ടുവേ, എന്താ ഈ ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള മനുഷ്യരുണ്ട്? അച്ഛനുണ്ട്, അങ്ങയുണ്ട്. അതല്ലടാ, അച്ഛനുണ്ടോ അമ്മയുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പലതരത്തിലുള്ള വ്യത്യസ്തപരമായ കഴിവുകളും ഒക്കെ ഉള്ള കുറേ മനുഷ്യരുണ്ട്. അത് ഏതൊക്കെ ടൈപ്പ് മനുഷ്യരുണ്ട്? വലിയവരുണ്ട്, വലിയവരുണ്ട്, ചെറിയവരുണ്ട്, ചെറിയവരുണ്ട്, കറുത്ത നിറമുള്ളവരുണ്ട്, കറുത്ത നിറമുള്ളവരുണ്ട്, വെളുത്ത നിറമുള്ളവരുമുണ്ട്, കഴിവുള്ളവരുമുണ്ട്, കഴിവില്ലാത്തവരുമുണ്ട്. നീ നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതറിയാം. അപ്പൊ നമ്മൾ ആരെങ്കിലും വേർതിരിച്ചാണോ സ്നേഹിക്കേണ്ടത്? നീ പറ. അച്ഛാ, പറ. ഞാനൊരു കാര്യം പറയാം. നീ പറയണം. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കണം. അത് ആരാ പഠിപ്പിച്ചിട്ടുള്ളത്? ഈശോ അങ്ങനല്ലേ പറഞ്ഞേ? യേശു അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കണ്ടോ, നമ്മളെ സ്നേഹിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചെയ്തത്, അവൻ ചെയ്ത എല്ലാവരിലും ഈശോയെ കണ്ടു. നിനക്കറിയാം, വിശുദ്ധ മദർ തെരേസ കണ്ട എല്ലാവരിലും ആരെ കണ്ടു? ഈശോയെ കണ്ടോ, ഈശോയെ കണ്ടതുകൊണ്ട് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനായിട്ട് സാധിച്ചു. എടാ കിട്ടുവേ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തപരമായ ആൾക്കാർ വരും. ചിലപ്പോൾ കറുത്ത നിറമുള്ളവർ കാണാം, വെളുത്ത നിറമുള്ളവർ കാണാം. അവരെയൊക്കെ എല്ലാവരെയും സൃഷ്ടിച്ചത് ആരാടാ? അപ്പം ഈ വെളുത്തതോ കറുത്തതോ പണക്കാരനോ പാവപ്പെട്ടവനോ നമ്മുടെ വിഷയമാണോ? അല്ലച്ചാ, പക്ഷേ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈശോ എല്ലാരെയും ഒരുപോലെയാണ് സ്നേഹിച്ചത്. കണ്ടോ, നമ്മൾ ആരിലും വേർതിരിവ് കാണിക്കരുത്. പണക്കാരനെന്നോ പാവപ്പെട്ടവനോ വേർതിരിവ് കാണിക്കാതെ സ്നേഹിച്ചാൽ ആ സ്നേഹമാണ് ദൈവത്തിന് ഏറ്റവും വലിയ വിലയുള്ളതച്ചാ. കണ്ടോ, അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വില. അപ്പം കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. അതായിരിക്കണം മാതൃക. ഉണ്ടോ, അതായിരിക്കണം നല്ലൊരു മാതൃക. അവിടെയായിരിക്കണം ദൈവത്തിന്റെ വലിയ കൃപ ഒഴുകുന്നത്. കൃപ ഒഴുകണമെങ്കിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. നിങ്ങൾ അങ്ങനെയാണോ? ഉണ്ടോ, നിങ്ങൾ അങ്ങനെയാണോ? അങ്ങനെ അല്ലെങ്കിൽ നന്നായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൂ. ആരും റെഡി?